യഹൂദനൊരു കസ്റ്റമുണ്ടായിരുന്നു. യഹൂദനിൽ നിന്നാണല്ലോ ക്രിസ്ത്യാനി ആദ്യം വന്നത്. ജാതികളിൽപ്പെട്ട ആരെങ്കിലും ഈ രക്ഷയിലേക്ക് വരുന്നെങ്കിൽ അവൻ യഹൂദ മതം സ്വീകരിച്ചിട്ട് വേണം ക്രിസ്തു മതത്തിലേക്ക് കടന്നു വരാൻ. അല്ലാത്തവർക്ക് കഴിയത്തില്ല. ജാതികളുടെ കൂടെ ഇരുന്ന് അവർ ഭക്ഷിക്കില്ല. അവർക്ക് ഒരകലം വെച്ച് അവർ നിൽക്കുകയാണ്. ആ സമയത്ത് കർത്താവ് പത്രോസിനെ ഒരു ദർശന താഴ്വരയിലേക്ക് കൊണ്ടുപോയി. ആ ദർശനത്തിൽ ഒരു മാനസാന്തരത്തിലേക്ക് ദൈവം പത്രോസിനെ നടത്തി. തൻ്റെ കാഴ്ചപ്പാട് ദൈവം മാറ്റി. അഗ്രചർമ്മത്തിലല്ല കാര്യം. പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ ദൈവത്തിന് ജാതി മതവ്യത്യാസമില്ലെങ്കിൽ മതത്തിൻ്റെ വക്താവായിരിക്കുവാനല്ല, ക്രിസ്തുവിനെ ഉയർത്താനാണ് ദൈവം തങ്ങളെ വിളിച്ചതെന്ന് ശിഷ്യന്മാർക്കും അത് ബോധ്യമാകുവാനിടയായി. എല്ലാവരും ഒരുപോലെ പാപികളാണ്. അതിൽ ജാതിയെന്നോ യഹൂദനെന്നോ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും ഒരുപോലെ പാപികളാണ്. എന്നാൽ പാപത്തിന്റെ പരിഹാരം ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശുവിൽ വിശ്വസിക്കാത്ത ഒരുവന് രക്ഷ കിട്ടത്തില്ല. യേശു മുഖാന്തരമല്ലാതെ ഒരു രക്ഷയില്ല. ഇവിടെ സമ്പന്നനായാലും ആയില്ലെങ്കിലും, ഇവിടെ രോഗം മാറിയാലും മാറിയില്ലെങ്കിലും, യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുമ്പോൾ പാപത്തിൽ നിന്നും വിമുക്തനാകും. ദുഷ്ടന്റെ ദുഷ്ടത വിട്ടുമാറുമ്പോൾ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടും.